കുറേ വെയിറ്റ് ചെയ്തേ. അപ്പൊ ഫോളോ, ലൈക്ക്, കമന്റ്. അത് ഞാൻ ഓപ്പൺ ആക്കി ഇവിടെ ആദ്യം ഐസിങ് ശരിയാക്കി വെക്കണം, അതിൽ എഴുതിയിട്ടുണ്ട്. വെക്കേ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ ഉള്ളത് പറഞ്ഞു കൊടുക്കുക അതില്. അപ്പോഴേ നമുക്ക് ഇതാണ് ഇതാണ് ഐസിങ്, എന്നിട്ട് ഇതാണ് ഡെക്കറേഷൻസ്. ഡെക്കറേഷൻ എന്തൊക്കെയാ ഉള്ളത്? ഇവിടെ സ്റ്റാർസും, എന്നിട്ട് അവിടെ M&Ms'ും ജെംസും. എന്താ അത്? ഓക്കെ ഓക്കെ, ജെംസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഐസിങ് റെഡിയാക്കണം. ഐസിങ് റെഡിയാക്കണം. എങ്ങനെ ഐസിങ് റെഡിയാക്കണേ? ഫസ്റ്റ് നമ്മൾ മസാജ് ചെയ്യണം, നന്നായിട്ട് മസാജ് ചെയ്യും. അമ്മ മസാജ് ചെയ്ത് ഹെൽപ്പ് ചെയ്യട്ടെ? അത് മസാജ് ചെയ്യണ്ട, മസാജ് ചെയ്താൽ പൊട്ടിപ്പോ. ഐസിങ് റെഡിയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഓപ്പൺ ചെയ്യണം. അത് ഓപ്പൺ ആയോ? അതിപ്പോ ഓപ്പൺ ആക്കിയിട്ടില്ല. ഇത് മാറ്റി, പ്ലേറ്റിൽ അത് ഇരിക്കത്തില്ലായിരിക്കും. അപ്പൊ ഇതാണ് നമ്മളുടെ ജിഞ്ചർ ബ്രെഡ് ഹൗസ്. അക്കു പയ്യെ പയ്യെ ഒടിഞ്ഞു പോ. അക്കു പയ്യെ ഇവിടെ വെക്ക്. ബ്രെഡാണ് ബിസ്ക്കറ്റ് ആണോ? ബ്രെഡ് തന്നെ. അയ്യോ പയ്യെ അക്കു ഒന്ന് ഒടിഞ്ഞു പോവും. അക്കു പ്ലീസ് ബി കെയർഫുൾ. ഓക്കെ, അങ്ങോട്ട് നോക്കി, വെറുതെ പല്ലിട്ട് പിടിക്കുക. അപ്പൊ ഇങ്ങനെ ഓരോന്നായിട്ട് വെക്കേ. എനിക്കറിയാം. ഈ പടം നോക്കി വെക്കുവാണ്. അപ്പോഴാണെങ്കിൽ ഇതാണ് ഫ്രണ്ട് സൈഡ്, ഇതാണ് ബാക്ക് സൈഡ്. പക്ഷെ ഇതാണെങ്കിൽ മറ്റേ ഫ്രണ്ട് സൈഡ് പോലെ ഉണ്ട്. എന്നിട്ട് ഇത് രണ്ടുമാണ് വിൻഡോ സൈഡ്, എന്നിട്ട് ഇത് രണ്ടുമാണ് റൂഫ് സൈഡ്. ഫൈനലി നമുക്കാണെങ്കിൽ റൂഫ് വെക്കാം. ബിക്കോസ് ഇവിടെ നമ്മൾ സെറ്റ് ആക്കി. റൂഫ് കഴിഞ്ഞിട്ട് ഡെക്കറേഷൻസ് നമുക്ക് വെക്കാം. പയ്യെ പയ്യെ പയ്യെ, അത്രയും മുറുക്കം വയ്ക്കരുത്, പയ്യെ. അപ്പൊ ഇവിടെ നോക്ക. ഞങ്ങളത് ചെയ്തു. ഇനി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാ. അമ്മ എടുത്തരാം, മറിച്ച് കളയല്ലേ. ഈ സൈഡ് ഫുള്ള ഫൈനൽ റിസൾട്ട് ഇതാണ്. ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം, ഫോളോ ചെയ്യണം, ആൻഡ് ലൈക്ക് ചെയ്യണം. ഇതെന്തുവാ ഇത്? ജിഞ്ചർ ബ്രെഡ് ഹൗസ്. അക്കു തീറ്റയാ. അപ്പോ ബൈ ബൈ.